ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങൾക്കുള്ള അർദ്ധനാരീശ്വര സന്ദേശം എന്താണ് എന്നുള്ളതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ്. പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. പൈൽ നമ്പർ 1. ഈ ഒരു റോസ്, ചൈനീസ് റോസ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 1. അതേപോലെ സ്വീറ്റ് വില്യമാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 2. ആൻഡ് നമ്മുടെ ലാസ്റ്റ് ഫ്ലവർ ഡാഫോഡിൽസ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 3. സോ നിങ്ങൾക്കിനി ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾ ഏതിലേക്കാണ് ആകർഷിക്കുന്നത് എന്നുള്ളത് നോക്കാം. അതിനുശേഷം ചൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഓക്കെ, പൈൽ നമ്പർ 1. സോ പൈൽ നമ്പർ 1 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കുള്ള അർദ്ധനാരീശ്വരി സന്ദേശം, അർദ്ധനാരീശ്വരന്റെ സന്ദേശം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 1. Nine of Cups, 10 of Cups, beautiful energy, pile number 1. Page of Cups, വളരെ സുന്ദരമായിട്ടുള്ളൊരു ജീവിതമാണ് കാണിക്കുന്നത്. King of Cups, wonderful energy, pile 4 എനർജി, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള പേജ് ഓഫ് പെൻഡക്കിൾസ്, ബ്യൂട്ടിഫുൾ എനർജി, വളരെ സുന്ദരമായിട്ടുള്ള ഒരു എനർജിയാണ്. സൺ കാർഡാണ് നിങ്ങളുടെ തീം വന്നിരിക്കുന്നത്. വണ്ടർഫുൾ എനർജി, പൈൽ നമ്പർ 1. പൈൽ നമ്പർ 1 നിങ്ങളെ സംബന്ധിച്ച് ആദ്യം തന്നെ വന്നിരിക്കുന്നത് 9 ഓഫ് കപ്സ് എനർജിയാണ്. ജീവിതത്തിലെ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങളെ തേടി വരുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നു. അതുപോലെ നിങ്ങളുടെ ഇഷ്ടദൈവം അർദ്ധനാരീശ്വരനായിരിക്കാം, മഹാദേവൻ ശിവൻ, പാർവതി സമേതനായിട്ടുള്ള ശിവനായിരിക്കാം നിങ്ങളുടെ ഇഷ്ടദൈവം എന്ന് പറയുന്നത്. അതല്ല എങ്കിൽ നിങ്ങൾ വടക്കുന്നാഥ ക്ഷേത്രം സന്ദർശിക്കുക. അതുപോലെ തിരുവൈരാണിക്കുളം ക്ഷേത്രം, ശിവനും പാർവതിയും ഒരുമിച്ച് ഇരിക്കുന്ന ക്ഷേത്രവും സന്ദർശിക്കാവുന്നതാണ്. ഇനി നിങ്ങൾ മറ്റു മതത്തിൽപ്പെട്ടിട്ടുള്ളവരാണ്, ക്രിസ്ത്യൻസ് ആണെങ്കിൽ സെയിന്റ് ജോർജ് പള്ളിയിൽ പോവും. അതല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഫലപ്രദമാകുന്നതായിട്ട് സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അടുത്ത വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് വരുന്നത്. ഈ ഒരു ബ്ലെസ്സിങ് എന്ന് പറയുമ്പോൾ കൂടുതലും നിങ്ങൾക്ക് മാനസികമായിട്ടൊരു സന്തോഷം തരുന്ന കാര്യമാണ്. സാറ്റിസ്ഫാക്ഷൻ, കണ്ടന്റ്മെന്റ്, ജീവിതത്തിൽ ഒരു സംതൃപ്തി. നമ്മൾ അത് പറയാനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഓരോരുത്തർ പറയുന്നത് ഓരോ ഏരിയാസിലായിരിക്കും അവർക്ക് പ്രശ്നങ്ങൾ. ചില ആളുകൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട്, മറ്റു ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ, മറ്റു ചിലർക്ക് കുടുംബാന്തരീക്ഷത്തിൽ പ്രശ്നങ്ങൾ. അപ്പോൾ ഓരോരുത്തരുടെയും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നമ്മൾ ജനറൽ ആയിട്ട് ഇപ്പോൾ ഒരു നല്ല ജോലി ഉണ്ടെങ്കിലും ശാരീരികമായിട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ എപ്പോഴും വഴക്കാണെങ്കിൽ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവുന്നില്ല. അപ്പൊ ഏറ്റവും വലുത് മനസ്സമാധാനമാണ്. നമ്മൾ പറയുന്ന പോലെ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവണമെങ്കിൽ ജീവിതത്തിലെ എല്ലാ ഭാഗങ്ങളും ഒരു പസില് പോലെ കറക്റ്റ് ആയിട്ടുള്ള പ്ലേസിലെല്ലാം ഇരുന്നാൽ മാത്രമാണ് ഒരു മനസ്സമാധാനം ഉണ്ടാവുന്നുള്ളൂ. അപ്പോ പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിന് കാരണം നമ്മളിപ്പോ എല്ലാം ശരിയാണെങ്കിൽ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പണ്ട് പറയുന്ന ഒരു രീതിയാണെങ്കിൽ തരക്കേടില്ലാത്തൊരു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ എല്ലാവരും സ്വസ്ഥമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ആളുകൾ അംബീഷ്യസ് ആണ്, നേടണം, ഒത്തിരി കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം എന്ന ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹങ്ങൾ. പണ്ടെന്ന് വെച്ചാൽ അങ്ങനെയല്ലല്ലോ. ജീവിതം എന്ന് പറയുന്നത് അന്ന് ഭക്ഷണത്തിനുള്ളതും അതിൽ കൂടുതൽ സ്വരുക്കൂട്ടി ജീവിതകാലം മുഴുവനത്തേക്ക് കുറച്ച് സ്വത്തുണ്ട്, അങ്ങനെയാണെങ്കിൽ സമാധാനം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുന്നത്. ചില ആളുകളിൽ നിങ്ങൾ എല്ലാം ഉണ്ട് എന്നിരുന്നാലും നിങ്ങൾക്ക് മനസ്സമാധാനമില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു എന്താ പറയാം, നിങ്ങൾക്കൊരു ട്രഷർ ബോക്സ്, ഒരു ട്രഷർ ഹണ്ടിങ് ആണ് ഇവിടെ കാണിക്കുന്നത്. ട്രഷർ ബോക്സ് നിങ്ങൾക്ക് കിട്ടുകയാണ്, ആ ഒരു നിധി നിങ്ങൾക്ക് കിട്ടുകയാണ് എന്നുള്ളതാണ്. ആ നിധി എന്ന് പറയുന്നത് മനസ്സമാധാനമാണ്. മനസ്സമാധാനത്തിന്റെ നിങ്ങളുടെ കാരണം മനസ്സമാധാനം ഇല്ലായ്മയ്ക്ക് ഉറവിടമായിട്ടുള്ളത് എന്താണോ അത്
നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാതാകുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു ജോലിയുടെ അനിവാര്യതയാണോ ഉള്ളത് എങ്കിൽ നിങ്ങൾക്കൊരു ജോലിയാവാം, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യം അത് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഈ ഒരു ട്രഷർ ബോക്സ് തുറക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളാണ്. ഫസ്റ്റ് 10 ഓഫ് കപ്സ് എനർജിയാണ്. കുടുംബ ജീവിതത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുടുംബ അന്തരീക്ഷത്തിലുള്ള പ്രശ്നങ്ങളുള്ളവര് കുടുംബജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളത്, അപ്പോൾ ഓരോരുത്തരുടെയും കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കുമെന്ന് പറഞ്ഞല്ലോ. കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ആ ഒരു കുടുംബജീവിതം അവസാനിപ്പിക്കാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. മുന്നോട്ടേക്കുള്ള ജീവിതത്തിൽ പല മാറ്റങ്ങളും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു, മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നു. അതിൽ ആദ്യത്തെ പടി എന്നത് വേണം നിങ്ങൾ ഒരു ഡിവോഴ്സിന് അപ്ലൈ ചെയ്യുന്നതാവാം, ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം നിർത്തുന്നതാവാം ചിലൊരു സിറ്റുവേഷൻസ്. മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതല്ല, ചില പ്രത്യേക വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറയുന്നു. നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഇവിടെ കാണുന്നുണ്ട്. മറ്റൊരാൾ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ മൂന്നാമതൊരാളെ കാണിക്കുന്നു, ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആവാം. അങ്ങനെ ഒരു സിറ്റുവേഷനുള്ള ആളുകൾ സ്വയം തിരുത്തി ഇങ്ങനെ ഒരു ബന്ധത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് തിരിച്ച് കുടുംബം എന്നുള്ള ജീവിതത്തിൽ ആ ഒരു മനസ്സമാധാനത്തോടു കൂടിയിട്ടുള്ള കുടുംബജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു സാഹചര്യം ഇവിടെ കാണുന്നു. അതുപോലെ സന്തോഷകരമായിട്ടുള്ള കുടുംബജീവിതം നയിക്കുന്നവരെ സംബന്ധിച്ച് കുട്ടികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തെങ്കിലും ചെറിയ കുട്ടികളുടെ അസുഖങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പഠിത്തമായിരിക്കാം, മറ്റു കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് സമാധാന കുറവുള്ളവർക്ക് അതൊക്കെ ശരിയാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കുട്ടികൾ ചിലപ്പോൾ മുന്നോട്ടേക്ക് വരുന്ന ദിവസങ്ങളിൽ പഠിത്തത്തിൽ മുന്നേറുന്നുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്നു എന്നുള്ളത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പറ്റിയൊരു ഡോക്ടറെ ലഭിക്കുന്നുണ്ടാവാം, പുതിയൊരു ഡോക്ടറെ നിങ്ങൾ കാണുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച പോലെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. പൊതുവേ സംഘർഷഭരിതമായിട്ടുള്ളവരുടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ചെറിയ എന്തൊക്കെയോ കുറവുകൾ, ഒരു സംഘർഷമാണ് ജീവിതത്തിൽ. നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന് കുറവില്ല, അണ്ടർസ്റ്റാൻഡിങ്ങിന് കുറവില്ല, എന്നിരുന്നാലും ചെറിയ പ്രശ്നങ്ങൾ കാണിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ആ ഒരു സമാധാനപരമായിട്ടുള്ള ഒരു സാഹചര്യം വരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിലൊന്ന് കാണിക്കുന്നത് വിദേശ യാത്ര സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിലപ്പോൾ ഫാമിലി മറ്റ് ഇൻലോസൊക്കെ ആയിട്ടായിരിക്കും താമസിക്കുന്നത്, പക്ഷെ ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സമാധാനം തരുന്ന ഒന്നല്ല എങ്കിൽ വിദേശത്തേക്കുള്ള ഒരു യാത്ര ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയും നിങ്ങളുടെ കുട്ടികളുമായിട്ടുള്ള ഒരു യാത്ര, സ്വസ്ഥമായിട്ടുള്ള കുടുംബജീവിതം ഇത് മുന്നോട്ടേക്ക് സൂചിപ്പിക്കുന്നു എന്നുള്ളത്. അതേപോലെ 9 ഓഫ് കപ്സ് എനർജിയാണ്, പ്രണയം സൂചിപ്പിക്കുന്നുണ്ട്. വിയറിങ് യുവർ ഹേർട്ട് ഓൺ യുവർ സ്ലീവ്സ് എനർജിയാണ്. അപ്പോൾ ലവ് ഇസ് ഇൻ ദ എയർ, പ്രണയമാണ് നിങ്ങളുടെ ചുറ്റിലും നിൽക്കുന്നത്. അപ്പോൾ സിംഗിൾ ആയിട്ടുള്ളവരോ ഡിവോഴ്സീസ് ആയിട്ടുള്ളവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം പ്രണയം, പുതിയൊരു പ്രണയത്തിലേക്ക് നിങ്ങൾ ചെന്നെത്തിപ്പെടുന്നതായിട്ടുള്ള ഒരു സൂചന ഇവിടെ തരുന്നുണ്ട്. പ്രണയവും പ്രണയ സാക്ഷാത്കാരവും ഒക്കെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു എനർജി. പിന്നെ ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓൾറെഡി പ്രണയത്തിലായിട്ടുള്ളവരാണ് എങ്കിൽ അടുത്തിടയ്ക്കായിട്ട് എന്തെങ്കിലും ചിലപ്പോൾ വീട്ടുകാരറിഞ്ഞ് ഉള്ള പ്രശ്നങ്ങളായിരിക്കാം, നിങ്ങൾ തമ്മിൽ കാണാൻ പറ്റാത്ത സാഹചര്യവും വിരഹത്തിൻ്റെതായിട്ടുള്ള ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുവെങ്കിൽ ഈ ഒരു വിരഹം എന്ന് പറയുന്നത് മുന്നോട്ടേക്കുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓർത്തെടുക്കാൻ പറ്റുന്നൊരു സുഖമുള്ള ഒരു നോവായിട്ട് മുന്നോട്ടേക്ക് കാണുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതം ജീവിതത്തിൻ്റെ ഒരു പുതിയ തുടക്കമാണ്. ജീവിതം എന്താണ്, എങ്ങനെയാണ് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത്, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഒരു പുതിയ തുടക്കം ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഫ്രണ്ട്ഷിപ്പ്, നല്ല നല്ല സൗഹൃദങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതായിട്ടുള്ള ഒരു സൂചന തരുന്നു. അതേപോലെ നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള എന്തോ ഒരു കാര്യം പഠിക്കാനായിട്ട് തുടങ്ങുന്നതായിട്ടും സൂചിപ്പിക്കുന്നുണ്ട്. പുതിയ എന്തെങ്കിലും കോഴ്സ് എടുത്ത് പഠിക്കുന്നതാവാം ഇത് സൂചിപ്പിക്കുന്നു. അതേപോലെ കിങ് ഓഫ് കപ്സ് എനർജിയാണ്. മാനസികമായിട്ട് നിങ്ങൾ ഒത്തിരി പക്വതയോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കാരണം ഇവിടെ പല ആളുകളും ഇതിനു മുമ്പ് നിങ്ങളെ ചൊടിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി ഇല്ല എങ്കിൽ ആ വ്യക്തി ഒരു വ്യക്തി, പ്രത്യേകിച്ച് ഒരു വ്യക്തിയെ കാണിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തി എപ്പോഴും നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ മനഃപൂർവ്വം നിങ്ങളെ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ജോലി ഇല്ല എന്ന് അറിയുമ്പോൾ തന്നെ ഇപ്പോൾ ജോലിയുടെ കാര്യം എന്തായി, വല്ലതും ആയോ എന്നുള്ള രീതിയിൽ കളിയാക്കുന്ന രീതിയിലുള്ള, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളെ കളിയാക്കുന്നതാണെന്ന് ആ വ്യക്തി പറയുന്നത് അത് തന്നെയാണ്.
പക്ഷേ നിങ്ങൾക്ക് എന്താണ് ആ വ്യക്തി പറയുന്നത് വെറുതെ നിങ്ങളോടുള്ള ഒരു കുശലം ചോദിക്കുന്നതാണ് എന്നുള്ള രീതിയിൽ മറ്റുള്ളവർ കേൾക്കുന്നവർക്ക് അങ്ങനെ തോന്നുകയും നിങ്ങൾക്ക് അത് ദേഷ്യം വരികയും ആ വ്യക്തിയായിട്ടൊരു വഴക്കുണ്ടാകുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മറ്റുള്ളവർ നിങ്ങളെ ചൊടിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതും നിങ്ങൾ ദേഷ്യപ്പെടുന്നതുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ വളരെ പക്വതയുള്ളൊരു വ്യക്തിയായിട്ട് മാറുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ നിങ്ങളെ മറ്റുള്ളവരുടെ കണ്ണിലൊരു അഹങ്കാരിയായിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന വ്യക്തിയായിട്ടോ ഒക്കെ ആക്കി തീർക്കാനാണ് അവർ ശ്രമം നടത്തുന്നത് എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതില് നിങ്ങൾ മനസ്സിലാക്കി ഈ ഒരു വ്യക്തി ഇങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ തിരിച്ച് ആ വ്യക്തി എന്ത് പറഞ്ഞാലും ആ വ്യക്തിയുടെ തന്നെ രീതിയിൽ തിരിച്ചു മറുപടി കൊടുക്കുകയും ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ആ വ്യക്തി ചോദിക്കാനോ കേൾക്കാനോ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ബുദ്ധിപരമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതായിട്ടാണ് അത് കാണിക്കുന്നത്. അതേപോലെ ഫുൾ കാർഡാണ് ഫെയ്ത്ത്, സ്വയം വിശ്വാസം ഉണ്ടാകുന്നുണ്ട്. കാരണം ഇങ്ങനെയുള്ള വ്യക്തികളുടെ മൈറ്റിലെ സംസാരവും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ജീവിതത്തിലെ പാട്ടാകുമ്പോൾ നിങ്ങൾ സ്വയം വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു വിശ്വാസം നിങ്ങൾ തിരിച്ചെടുക്കുകയാണ്. മാത്രമല്ല ഇങ്ങനെയുള്ള ആളുകൾക്ക് നല്ലൊരു കൊട്ടു കൊടുക്കുന്ന ഒരു സിറ്റുവേഷനും ഉണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ സ്വയം ജീവിതം ആസ്വദിക്കുകയാണ്. ഇങ്ങനെയുള്ള ആളുകൾ ഇതുവരെ നിങ്ങളുടെ സങ്കടം ആസ്വദിച്ചിരുന്നവർക്ക് തിരിച്ച് നല്ലത് കൊടുത്തിട്ട് അത് ആസ്വദിക്കാനായിട്ട് അതിന്റെ ആ ഒരു സാഹചര്യം നിങ്ങൾ എൻജോയ് ചെയ്യുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഒരു പുതിയ തുടക്കമാണ് വരുന്നത് ജീവിതത്തിലേക്ക്. ഒരു വളരെയധികം സ്വയം വിശ്വസിച്ചുകൊണ്ടിട്ട് മുന്നോട്ടേക്ക് പോകുന്നത് കൊണ്ട് തന്നെ പക്വതയും അതേപോലെ തന്നെ ആത്മവിശ്വാസവും ആത്മനിർഭരതയോടും കൂടിയിട്ട് മുന്നിലെ ജീവിതത്തിലേക്ക് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ്. പേജ് ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉയർച്ചയാണ്. ട്രാവൽ സൂചിപ്പിക്കുന്നുണ്ട്. ലോകം ചുറ്റി സഞ്ചരിക്കാനുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ അവസരമാണ് നിങ്ങളെ തേടി വരുന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യം കൂടിയിട്ട് കാണുന്നത്. ജീവിതത്തിൽ പല കാര്യങ്ങളിലും നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ആരാണ് എന്നുള്ളത് മറ്റുള്ളവർക്ക് മുമ്പിൽ തെളിയിച്ചു കൊടുക്കാനുള്ള ഒരു അവസരമാണ് ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അതേപോലെ സ്പിരിച്വലി വളരെയധികം കണക്റ്റഡ് ആവുന്ന എനർജീസും ഉണ്ട്. നിങ്ങൾ പ്രത്യേകമായിട്ടൊരു മതത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മതത്തിലെ കാര്യങ്ങളിൽ നിങ്ങൾ താല്പര്യം ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഒരു ആത്മീയതയിലേക്ക് സ്പിരിച്വാലിറ്റിയിലേക്കായിട്ട് നിങ്ങൾ കൂടുതലായിട്ട് ഇറങ്ങിച്ചെല്ലുന്ന ഒരു സാഹചര്യം കൂടിയിട്ട് ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണുന്നുണ്ട്. അതേപോലെ തന്നെ മെയിൻ തീമായിട്ട് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് സൺ കാർഡാണ്. സൺ എനർജി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതം നിങ്ങൾ ആസ്വദിക്കുകയാണ്. ഒരു എന്താ പറയാ, ലൈഫിൽ ഒന്നും എല്ലാം മറ്റുള്ളവർ എന്ത് ചിന്തിക്കും പ്രവർത്തിക്കും എന്നൊക്കെ ആലോചിച്ച് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ജീവിതം ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ കുട്ടികളുടെ ഒരു എനർജിയാണ്. ചൈൽഡാണ് നിങ്ങളുടെ ഇന്നർ ചൈൽഡ്. ഇപ്പോഴും നിങ്ങൾ അതവിടെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ആ ഉറങ്ങിക്കിടന്ന് നിങ്ങളുടെ ഉള്ളിലുള്ള ഇന്നർ ചൈൽഡ് ഇപ്പോൾ ഉണർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ലൈഫ് എൻജോയ് ചെയ്യുന്നു. ആളുകൾ എന്ത് പറയുന്നു, എന്ത് ചിന്തിക്കുന്നു എന്നത് നോക്കാതെ നിങ്ങൾ ജീവിതം ആസ്വദിക്കുകയാണ്. ചില ബാല്യത്തിൽ നിങ്ങൾ ചെയ്തിരുന്ന പ്രത്യേക ചില കാര്യങ്ങൾ പ്രായമായി കഴിഞ്ഞു, ഇനി അങ്ങനെയൊന്നും ചെയ്തുകൂടാ, അത് ഇങ്ങനെ ഡ്രസ്സ് ചെയ്തുകൂടാ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കളികൾ കളിച്ചുകൂടാ, പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യരുത് എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുകയാണ്. അതായത് ജീവിതം നിങ്ങൾ ആസ്വദിച്ച് തുടങ്ങുന്ന സമയമാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. പൈൽ നമ്പർ 1 വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്. ലൈഫ് എൻജോയ് ചെയ്ത് മുന്നോട്ടേക്ക് പോകൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു. ഇനി നമുക്ക് പൈൽ നമ്പർ 2ലേക്ക് കിടക്കാം. പൈൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്ന മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 2. ഓക്കെ, സോ പൈൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. പൈൽ നമ്പർ 2. പൈൽ നമ്പർ 2 അർദ്ധനാരീശ്വരൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം. അർദ്ധനാരീശ്വരൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം പൈൽ നമ്പർ 2 എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പൈൽ നമ്പർ 2.
ഓക്കെ, പൈൽ നമ്പർ 2 നിങ്ങൾക്കുള്ള സന്ദേശം 3 of Cups എനർജി, 10 of Swords ആണ് നിങ്ങളുടെ മെയിൻ മെസ്സേജ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, സ്റ്റാർ കാർഡ് 6 of Cups, Hanged Man energy, 10 of Cups, Hanged Man energy, സ്ട്രോങ് മെസ്സേജ് ആണ്. ഷറിയറ്റ് ആൻഡ് നിങ്ങളുടെ മെയിൻ തീം വന്നിട്ട് 2 of Cups എനർജി ആണ്. ബ്യൂട്ടിഫുൾ എനർജിയാണ് പൈൽ നമ്പർ 2, വളരെ ബ്യൂട്ടിഫുൾ എനർജി. പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ഇപ്പോഴും പാസ്റ്റിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ പുറത്തേക്ക് കടന്നിട്ടില്ല, നിങ്ങൾ ജീവിതത്തിലേക്ക് മുന്നോട്ടേക്ക് പോയിട്ടില്ല, ജീവിതം മുന്നോട്ടേക്ക് പോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നില്ല നിങ്ങളുടെ ഭാഗത്തുനിന്ന്. കാരണം നിങ്ങൾക്ക് ചുറ്റും ഇപ്പോൾ നിങ്ങൾ അസ്ട്രോളജി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ജാതകവശാൽ ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ വളരെ പോസിറ്റീവ് എനർജിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിക്കുന്ന പ്രപഞ്ചശക്തിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രപഞ്ചശക്തിയിൽ നിന്ന് എത്രയും പോസിറ്റീവാണ് അത്രയും പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. ഇനി നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട്, നിങ്ങൾ ചില ആളുകൾ ചിലപ്പോൾ ജ്യോതിഷൻ അതുപോലുള്ള ആളുകളുടെ അടുത്ത് പോയിട്ടുണ്ടാവാം. പക്ഷെ നല്ല സമയമാണെന്ന് പറഞ്ഞിട്ട് ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ചിലപ്പോൾ ആ ജ്യോതിഷനെ കുറ്റം പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു ടാരറ്റ് കാർഡ് റീഡറിനെ കുറ്റം പറഞ്ഞിട്ടുണ്ടാവാം. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ എനർജിയിലുള്ള നെഗറ്റിവിറ്റി വളരെ സ്ട്രോങ് ആയിട്ട്, സെൻട്രൽ എനർജി മിഡിൽ എനർജിയാണ് സ്ട്രോങ് ആയിട്ടുള്ള ഇത് വരുന്നത്. നിങ്ങളുടെ എനർജിയിലുള്ള ആ ഒരു പാസ്റ്റിനെ വിട്ടുകളയാനുള്ള മടിയാണ്. സിറ്റുവേഷൻസ് ആർ ബ്യൂട്ടിഫുൾ, പാസ്റ്റിനെ നിങ്ങൾ ഇനിയും വിട്ടുകളയുന്നില്ല എങ്കിൽ നിങ്ങളുടെ ലൈഫ് എത്രയൊക്കെ നല്ല സമയമാണെങ്കിൽ രാജയോഗമാണെങ്കിൽ പോലും നിങ്ങളുടെ എനർജി ഇതായതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ പോസിറ്റിവിറ്റിയിലേക്ക് വരാൻ. ഈ എനർജി മാറ്റിയാൽ ബ്യൂട്ടിഫുൾ എനർജി. ഫസ്റ്റ് ഓഫ് ഓൾ 3 of Cups എനർജിയാണ്. 3 of Cups എനർജി എന്ന് പറയുമ്പോൾ ചുറ്റുപാടും സൗഹൃദങ്ങൾ, വളരെയധികം മാനസികമായിട്ട് സന്തോഷം തരുന്ന സമയമാണ് മുന്നോട്ടേക്ക് വരുന്നത്. ഈ വരുന്ന 3 monthsനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി പോസിറ്റിവിറ്റീസിൽ ഒന്ന് നല്ല നല്ല ബന്ധങ്ങളാണ്, സൗഹൃദങ്ങളാണ് വരുന്നത്. സൊസൈറ്റി, നിങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഒത്തിരി ഉയരുകയാണ്. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകൾ നിങ്ങളെ പ്രകീർത്തിക്കുന്നുണ്ട്, നിങ്ങളെ വിശ്വസിക്കുന്നുണ്ട്, നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ട്. സൊസൈറ്റിയിൽ നല്ലൊരു സ്റ്റാറ്റസ് നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. ചില ആളുകൾ നിങ്ങൾ എന്തൊക്കെയോ കോൺഫറൻസോ അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും ഭാഗമായിട്ട് പ്രസംഗിക്കാനും മറ്റും നിങ്ങളെ ക്ഷണിക്കുന്നുണ്ട്. നിങ്ങളുടെ കഴിവ്, നിങ്ങളൊരു മോട്ടിവേഷണൽ സ്പീക്കറായിട്ട് ചില ആളുകൾക്ക് ആകുന്നുണ്ട്, ലൈഫ് കോച്ച് അതുപോലുള്ള കാര്യങ്ങൾ. സൗഹൃദങ്ങൾ മെച്ചപ്പെടുത്താൻ പറ്റുന്നുണ്ട്. കാരണം നിങ്ങളുടെ സംസാരം വളരെയധികം മറ്റുള്ളവരോട് സൗഹാർദ്ദപരമായിട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. ഇവിടെ പറയാനുള്ള ഒരു മറ്റു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ചിലപ്പോൾ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ആയിരിക്കാം, പക്ഷെ നിങ്ങൾ മറ്റുള്ളവരോടുള്ള സംസാരം വളരെ പോസിറ്റീവ് ആയിരിക്കാം. എല്ലാവരെയും ഇൻസ്പയർ ചെയ്യുന്ന രീതിയിൽ, മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ എപ്പോഴും പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ ഉള്ളിൽ പക്ഷെ നെഗറ്റിവിറ്റി ഉണ്ട്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ വളരെ നെഗറ്റീവ് ആയതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ്. അത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങളായിട്ട് ചെയ്യുന്നത് കൊണ്ട് പുറത്തുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല. പക്ഷേ ആസ് എ പേഴ്സൺ പുറത്ത് നോക്കുമ്പോൾ നിങ്ങൾ വളരെ പോസിറ്റീവ് ചിരിച്ചു കളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റിവിറ്റി മാറ്റുക എന്നുള്ളൊരു മെസ്സേജ് കൂടിയിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സൗഹൃദങ്ങൾ, ഈ സോഷ്യൽ സ്റ്റാറ്റസ്, സോഷ്യൽ ബട്ടർഫ്ലൈ ആണ് നിങ്ങൾ എല്ലാവരോടും ചിരിച്ചു കളിച്ച് നടക്കുന്ന എനർജി പുറത്തുള്ളവരോട്. അപ്പോൾ ഈ ഒരു അതുകൊണ്ട് തന്നെ സുഹൃത്ത് ബന്ധങ്ങൾ സ്ഥാപിക്കാനും പുതിയ പുതിയ ആളുകളെ സംസാരിക്കാനും മനസ്സിലാക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കാൻ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളത്. അത് സൗഹൃദങ്ങൾ, നല്ല നല്ല ബന്ധങ്ങൾ, ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നുണ്ട്. ലൈഫിൽ നിങ്ങൾ വളരെ ഇവിടെ ഒരു എനർജി ഉള്ളതും ഒരു സുഹൃത്ത്, നിങ്ങളുടെ വളരെ അടുത്ത സുഹൃത്താണ്. ആ ഒരു സുഹൃത്തിനോടുള്ള നിങ്ങളുടെ മനോഭാവം എന്ന് പറയുമ്പോൾ ഒരു സുഹൃത്തായിട്ട് ഇതുവരെ കണ്ട ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ ഇപ്പോൾ ആ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് പ്രണയം തോന്നുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു സുഹൃത്തിനോട് ഇപ്പോൾ നിങ്ങൾക്ക് സാധാരണ ഒരു ബന്ധത്തിൽ നിന്ന്, സൗഹൃദത്തിൽ നിന്ന് അതൊരു പ്രണയമായിട്ട് മാറുന്നതായിട്ടുള്ള ഒരു സൂചനയും ഇവിടെ കാണുന്നുണ്ട് ചില ആളുകളിൽ. ഈ എനർജീസ് നമ്മൾ ഡിവൈഡ് ചെയ്ത റീഡിങ്സ് ചെയ്യാം. കാരണം മറ്റ് കാര്യങ്ങൾ ആദ്യം പറഞ്ഞതിന് ശേഷം നമുക്ക് നിങ്ങളുടെ സെന്റർ എനർജിയിലേക്ക് വരാം. സ്റ്റാർ കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാർ എനർജി എന്ന് പറയുമ്പോൾ ലൈഫിൽ നിങ്ങൾ ദൈവാനുഗ്രഹം വളരെയധികം ഉള്ള സമയമാണ്. ആസ്ട്രോളജി ബിലീവ് ചെയ്യുന്നവരാണ് എങ്കിൽ രാജയോഗം എന്നൊക്കെ പറയാവുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട്.
നിങ്ങളുടെ ഗ്രഹങ്ങളുടെയും മറ്റും അടിസ്ഥാനത്തിൽ ഓരോരുത്തർക്കും അറിയാം അതിനനുസരിച്ചിട്ട്. എന്നാലും ജനറൽ ആയിട്ടുള്ള എനർജിയിൽ ഇതാണ് കാണിക്കുന്നത്. നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടാവും. പലയിടത്തും പല സാഹചര്യങ്ങളും നിങ്ങൾക്കൊരു പ്രത്യേക റെസ്പെക്ട് കിട്ടുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളെ ഒരു ആദരവ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഒരു രാജാവിനെ പോലുള്ളൊരു ജീവിതം നിങ്ങൾ ഇതുവരെയുള്ള ജീവിതത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു രാജാവിനെ പോലെയാണ് ജീവിക്കുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ആ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരർത്ഥത്തിൽ ഇത് പറയുകയാണെങ്കിൽ നിങ്ങൾ അടുത്തിടയ്ക്ക് ഒരു മുറിവേറ്റ ഒരു പക്ഷിയാണ് നിങ്ങളെങ്കിൽ മുറിവേറ്റിട്ടുള്ളൊരു പക്ഷിയായിട്ടാണ് നിങ്ങളെ കാണുന്നത്. അതിൽ നിന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കാൻ ഒത്തിരി മാറ്റങ്ങൾ വരുത്തേണ്ട അനിവാര്യത സൂചിപ്പിക്കുന്നുണ്ട്. സങ്കടം എന്ന് പറയുന്ന ഒരു പക്ഷെ പ്രണയ നൈരാശ്യമായിരിക്കാം ഇവിടെ. അതിൽ നിങ്ങളിവിടെ ഇപ്പൊ ചില സാഹചര്യങ്ങൾ കുരുങ്ങിക്കിടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ എടുത്തു പറയാനുള്ള കാര്യം, നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഹൃദങ്ങളും പ്രണയവും ഒക്കെ വരുന്നു എന്ന് പറഞ്ഞു. പുതിയൊരു പ്രണയം വരുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രണയത്തെ നിങ്ങൾക്കറിയാം, ആ വ്യക്തിയോട് നിങ്ങൾക്ക് പ്രണയമാണ്. പക്ഷെ എന്തുകൊണ്ടും അത് തുറന്നു പറയാൻ പറ്റുന്നില്ല. കാരണം ഇപ്പോൾ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാൽ മറയ്ക്കുമെന്ന് പറയുന്ന പോലെ ഒരു ഒരു എന്തോ ഒന്ന് നിങ്ങളെ തടയുന്നുണ്ട്. അപ്പോൾ മുന്നോട്ടേക്ക് പോകാൻ, സൗഭാഗ്യത്തിലേക്ക് പോകാൻ, സന്തോഷത്തിലേക്ക് പോകാൻ നിങ്ങൾക്കൊരു ഭയമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഭയത്തിന്റെ ആവശ്യമില്ല. മെഡിറ്റേഷൻ ചെയ്യുക, നിങ്ങളുടെ എനർജി പവർ തിരിച്ചു പിടിക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ തന്നെയാണ് വരുന്നത്, ഭയക്കേണ്ടത് ആവശ്യമില്ല എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു എനർജി എന്ന് പറയുന്ന വളരെ സൗഭാഗ്യമുള്ള സമയമാണ്. ഇപ്പോൾ എന്തെങ്കിലും എൻട്രൻസ് എക്സാംസ് ഒക്കെ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എഴുതുന്നുണ്ട് എങ്കിൽ ഇതിൽ ഞാൻ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇതെനിക്ക് അറിയില്ല, അല്ലെങ്കിൽ ഇത് കിട്ടുമോയെന്ന് ഉറപ്പില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്യാതിരിക്കുക. സിറ്റുവേഷൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സ് ആണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണെങ്കിൽ ഈ ഒരു ചിന്ത, നെഗറ്റീവ് ചിന്ത മാറ്റി വെച്ചിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് പോവുക. ഒത്തിരി എക്സാംസ് എഴുതിയൊന്നും നടന്നില്ല എന്നുള്ളൊരു ലെവലിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് എങ്കിൽ അതൊക്കെ മാറ്റി വെക്കുക. നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെ നിങ്ങൾ നേടിയെടുക്കും എന്നുള്ളത് കൂടിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആഗ്രഹങ്ങൾ സഫലമാകുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് ജീവിതത്തിൽ പല കാര്യങ്ങളിലും ഒത്തിരി മാറ്റങ്ങൾ വരുന്ന സമയം എന്ന് തന്നെ പറയാം. മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ എന്താഗ്രഹിക്കുന്നു ആ ആഗ്രഹം സാധ്യമാകുന്നു, സഫലമാകുന്നു എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ പഴയ ചില സൗഹൃദങ്ങളൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. 6 ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു അവസരം ഈ ഒരു സമയത്ത് സാധ്യമാകുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് സഹായങ്ങൾ കിട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ബാങ്കിൽ ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റെഡി ആവുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളുടെ വഴി എന്തെങ്കിലും ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ വിദേശത്തേക്ക് പോകുന്നത് സംബന്ധിച്ചോ കാര്യങ്ങളോ സൗഹൃദങ്ങൾ വഴി നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള ഒരു അവസരം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണുന്നുണ്ട്. അപ്പോൾ സൗഹൃദങ്ങൾ വഴി നിങ്ങൾ വിദേശത്തേക്ക് പോകുന്ന ഒരു അവസരം നിങ്ങളെ സംബന്ധിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ സുഹൃത്ത് ബന്ധങ്ങൾ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ജോലി നേടിത്തരാനായിട്ട്, റെക്കമെൻഡേഷൻ ആയിട്ട് ചിലപ്പോൾ സൗഹൃദങ്ങൾ, ചില സുഹൃത്ത് ബന്ധങ്ങൾ നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ നേടിത്തരുന്നതായിട്ടുള്ള ഒരു സൂചന തരുന്നു. അതേപോലെയുള്ള സൗഹൃദങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാവാം. അതേപോലെ ഒരു പുനർജന്മം തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പുനർജന്മം എന്ന് പറയുമ്പോൾ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചിട്ട് നിങ്ങളുടെ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകളുടെ ചിന്ത, നിങ്ങൾക്കും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതായത് സ്വയം ഒരു റെസ്പെക്റ്റോട് കൂടിയിട്ട്, ബഹുമാനത്തോട് കൂടിയിട്ടാണ് മറ്റുള്ളവരെ നിങ്ങളെ കാണുന്നത്. നിങ്ങൾക്കും സ്വയം ഒന്ന് ഒരു ആത്മനിന്ദ എന്ന് നമ്മൾ പറയില്ല, അതേപോലെ ബഹുമാനം, സ്വയം ഒരു ബഹുമാനം തോന്നുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു എനർജി പിന്നെ പറയാനുള്ളത്, നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ ഹസ്ബൻഡ് വൈഫ് തമ്മിൽ, പാർട്ട്നേഴ്സ് തമ്മിൽ ഒക്കെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒരു റെസ്പെക്റ്റ് വരുന്നുണ്ട്. ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളോട് അഭിപ്രായം ചെയ്യാതെ സ്വന്തം ഇഷ്ടത്തിനാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങളെ ചേർത്ത് നിർത്തുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ വില മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയിട്ട് ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ആ ഒരു എനർജി ലാസ്റ്റ് ചെറിയ എനർജിയാണ്. ഒത്തിരി തിരക്കുകളുള്ള ഒരു സമയമാണ് മുന്നോട്ടേക്ക് വരുന്നത്. ബിസി ഷെഡ്യൂളാണ് നിങ്ങളെ സംബന്ധിച്ച്. ബിസി ആയിരിക്കും, വളരെ ബിസി ആയിരിക്കും.
ലൈഫിൽ നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്ത് കാര്യത്തിനാണ് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകുന്നത്, അതിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് പലരും നിങ്ങൾക്ക് ചുറ്റും കാണിക്കുന്നുണ്ട്. ചെറിയറ്റ് എനർജി എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ പല കാര്യങ്ങളും ഫാസ്റ്റായിട്ട് നടക്കുന്ന സമയമാണ്. ഫാസ്റ്റായിട്ട് നടക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നിരുന്നാലും ഒത്തിരി അങ്ങോട്ട് നമ്മൾ ബിസി ആകുമ്പോൾ ചില കാര്യങ്ങൾ, അതായത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ഓർത്തു വെക്കുമല്ലോ. പക്ഷെ ചില കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകുന്ന കാര്യങ്ങൾക്ക് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാം പിന്നീട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് ഓർഡറാക്കി വെക്കുക. ഇന്ന കാര്യങ്ങൾ ഇന്ന സമയത്ത് ചെയ്യണം എന്നുള്ളത്. ചെറുതാണെങ്കിലും വിട്ടുകളയാതിരിക്കുക. ഇത് ചെറിയ കാര്യമാണെങ്കിലും പിന്നെ ഓർത്തോളം എന്ന് വിചാരിച്ച് മാറ്റി വെക്കാതിരിക്കുക. ചെറുതാണെങ്കിലും നിങ്ങളത് മറന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ഓർത്ത് വെച്ചിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നുള്ളൊരു മെസ്സേജാണ്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ സെൻട്രൽ എനർജി 10 ഓഫ് സോർഡ്സ് ആൻഡ് ഹാങ്ഡ് മാൻ എനർജിയാണ്. ഇവിടെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, വളരെ പോസിറ്റീവായിട്ടുള്ള എനർജീസ് ആണ് ചുറ്റുപാടും ഉള്ളതെങ്കിൽ കൂടിയും നിങ്ങളുടെ മെയിൻ തീം സാഹചര്യവശാൽ മാറ്റങ്ങളുണ്ട്, സന്തോഷമുണ്ട്, ജീവിതത്തിൽ അഭിമാനവും ആദരവും ലഭിക്കുന്നു, ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും നിങ്ങൾ ഇപ്പോഴും സ്റ്റക്കാണ്. ആ സ്റ്റക്കായതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു സ്വസ്ഥതയില്ല, മനസ്സമാധാനമില്ല. എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്ത അവസ്ഥ നമ്മൾ പറയുന്ന ഒരു സാഹചര്യം നിങ്ങൾ ഫീൽ ചെയ്യിക്കുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ പുറത്തു കിടക്കണമെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് നിങ്ങൾ വിട്ടിട്ട് മുന്നോട്ടേക്ക് പോകണം. അതിന് നിങ്ങൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾ സ്വയം പറയുന്നുണ്ടാവും, ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയുന്നുണ്ടാവും, മറ്റുള്ളവരോട് പറയുന്നുണ്ട്, ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാറില്ല. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എന്തോ ഒരു പാസ്റ്റ് ഇൻസിഡന്റ് ആണ്, പ്രണയ നൈരാശ്യമോ മറ്റെന്തെങ്കിലും കാര്യമോ മറ്റാരെങ്കിലും ചതിച്ചതോ എന്തെങ്കിലും ആവാം. അത് നിങ്ങൾ വിട്ടുകളഞ്ഞു, ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നില്ല എന്നൊക്കെ എല്ലാവരോടും പറയുന്നുണ്ടെങ്കിൽ കൂടി നിങ്ങളുടെ ഉള്ളിൽ അതുണ്ട്. ചില ആളുകൾക്ക് അത് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാവില്ല, സബ് കോൺഷ്യസിലായിരിക്കും. സബ് കോൺഷ്യസിൽ അതിരിക്കുന്നത് നിങ്ങളെ മുന്നോട്ടേക്ക് പോകാൻ സഹായിക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ നിങ്ങളത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയുക, റിലീസ് ചെയ്യുക. നിങ്ങളുടെ മൈൻഡിൽ നിന്ന്, സബ് കോൺഷ്യസിൽ നിന്ന് നിങ്ങളത് റിലീസ് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു സബ് കോൺഷ്യസിന് നിങ്ങൾ അതിനെ റിലീസ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സീക്രട്ട് എനർജി ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. അതിനുശേഷം ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സബ് കോൺഷ്യസിന്റെ ഉള്ളിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ നെഗറ്റിവിറ്റി നിങ്ങൾ റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ സ്വയം നിങ്ങൾ പറയാ, ഐ ആം മൈ ഓൺ ഗുരു, ഞാൻ തന്നെയാണ് എൻ്റെ ഗുരു, ആൻഡ് ഐ നീഡ് ടു get back my power, get back the unique essence എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറയാം. ആൻഡ് ഐ myself can guide me through the negativities, negativities of my life towards the positive energy. ഇങ്ങനെയുള്ള കാര്യം പറയാം. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ജസ്റ്റ് ഈ ഒരു അഫർമേഷൻ ഞാനിപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾക്കും സ്വയം എന്തെങ്കിലും അഫർമേഷൻ ഉണ്ടാക്കാം. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഒരു ജസ്റ്റ് പെട്ടെന്ന് തോന്നിയ ഒരു അഫർമേഷൻ പറഞ്ഞതാണ്. അത് നിങ്ങൾക്കും എന്തെങ്കിലും പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് എഴുതി വെക്കാം. നമ്മളിപ്പോൾ ജസ്റ്റ് ആ ഒരു ഇതിൽ പറഞ്ഞു എന്ന് മാത്രം. നിങ്ങൾക്ക് സ്വയം എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളത് സ്വയം ക്രിയേറ്റ് ചെയ്യാം. സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ മലയാളത്തിലോ നിങ്ങളുടെ മാതൃഭാഷയിലും എഴുതി വെച്ചിട്ട് അത് റിപ്പീറ്റ് ചെയ്യുക 21 ഡേയ്സ്. അത് നിങ്ങൾക്ക് സഹായകരമാകും. ഇത് വളരെയധികം ഉപയോഗപ്രദമായിട്ടുള്ളതാണ്. കാരണം നിങ്ങൾ സ്റ്റക്കാണ്, പാസ്റ്റ് ലൈഫിൽ ഉള്ള എനർജിയിൽ നിങ്ങൾ വളരെയധികം സ്റ്റക്കായിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്തത്. അപ്പോൾ ഈ എനർജിന്ന് നിങ്ങൾക്ക് പറയാം, ഹാങ്ഡ് മാൻ എനർജിയാണ്, സ്റ്റക്കാണ്. സോ സ്വയം പറയാം, ഐ അലൗ മൈസെൽഫ്. ഈ ഒരു എനർജിയിൽ നിങ്ങൾക്ക് പറയാവുന്ന, ഹാങ്ഡ് മാൻ എനർജിയിലാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പറയാം, ഐ അലൗ മൈസെൽഫ് ടു ലെറ്റ് ഗോ ഓഫ് ദ പാസ്റ്റ് ഇൻ ഓർഡർ ടു ആഡ് ന്യൂ എനർജി, in order to add energy into the new beginning എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പറയാം. അല്ലെങ്കിൽ ഐ ലീൻ ഇൻ ടു മൈ ഇന്നർ വേൾഡ്, and I surrender to the divine will of the cosmos. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പോൾ പാസ്റ്റ് ലൈഫ് ലെറ്റ് ഗോ ചെയ്യാനുള്ള രീതിയിൽ പറയാം, ഐ ലെറ്റ് ഗോ ഓഫ് മൈ പാസ്റ്റ് ലൈഫ് ടു എൻറ്റർ എ ന്യൂ life, a new beginning.
ന്യൂ പാത്വേ, ന്യൂ ഡിറക്ഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. എന്തായാലും വളരെയധികം പോസിറ്റീവായിട്ട് ഇരിക്കുക. നിങ്ങളുടെ മെയിൻ തീം വന്നിട്ട് 2 ഓഫ് കപ്സ് എനർജിയാണ്. പോസിറ്റിവിറ്റിയിലേക്ക് നിങ്ങളെ നയിക്കാൻ സഹായിക്കുന്നു. അതിൽ കൂടെ നിങ്ങൾക്ക് ഒരു കൂട്ടായിട്ട് നിങ്ങളുടെ സന്തത സഹചാരി, നിങ്ങളുടെ ജീവിത പങ്കാളിയോ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തോ ആത്മബന്ധമുള്ള ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ കൈകോർത്ത് പിടിച്ച് മുന്നിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ നിങ്ങളെ പുറത്തു വരാൻ സഹായിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ കൂടെ മുന്നോട്ടേക്ക് ജീവിതം നയിക്കുക എന്നുള്ളൊരു മെസ്സേജോട് കൂടിയിട്ട് ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ബിഗ് താങ്ക് യു. നമുക്ക് പൈൽ നമ്പർ 3യിലേക്ക് കിടക്കാം. പൈൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് സീ പൈൽ നമ്പർ. ഓക്കേ, പൈൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. ഓക്കേ, പൈൽ നമ്പർ 3 അർദ്ധനാരീശ്വര സങ്കല്പം. നിങ്ങൾക്കുള്ള അർദ്ധനാരീശ്വര സങ്കല്പം എന്താണ്? പൈൽ നമ്പർ 3 എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കുള്ള അർദ്ധനാരീശ്വര സങ്കല്പം പൈൽ നമ്പർ 3. Let's see pile number 3 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ്. Ace of Cups, Queen of Cups, Queen of Pentacles energy and 10 of Pentacles energy, beautiful energy, 6 of Pentacles energy, 3 of Wands energy and main theme വന്നിട്ട് 6 Lovers energy ആണ്. ബ്യൂട്ടിഫുൾ എനർജി. ഇന്നത്തെ റീഡിങ്സിലെല്ലാം ബ്യൂട്ടിഫുൾ എനർജീസ് ആണ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത കൂടിയിട്ട് ആവാം അത്. എന്തായാലും ഫസ്റ്റ് കാർഡ് എയ്റ്റ് ഓഫ് കപ്സ്. ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഞാനിത് അപ്ലോഡ് ചെയ്യുന്ന വേറെ ദിവസമായിരിക്കും കേട്ടോ. എല്ലാം ഒരുമിച്ച് റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ ഷെഡ്യൂൾ ചെയ്ത് വച്ചിരിക്കുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എയ്സ് ഓഫ് കപ്സ് എനർജിയാണ്. എയ്സ് ഓഫ് കപ്സ് എനർജി എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കണക്ഷൻസ് നിങ്ങളുടെ മെയിൻ ടീം അതേപോലെ ലവേഴ്സ് എനർജിയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കണക്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുകയാണ്. കണക്ഷൻ എന്ന് പറയുമ്പോൾ സീക്രട്ട് കണക്ഷൻസ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സീക്രട്ട് കണക്ഷൻസ് എന്ന് പറയുമ്പോൾ സീക്രട്ട് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വരുന്നു. ഈ ഒരു വ്യക്തി പ്രണയം തന്നെ ആയിരിക്കണമെന്നില്ല കേട്ടോ. ഈ ഒരു എനർജി എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ഏത് തരത്തിലാവും. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഗുരുവിനെ കണ്ടെത്തുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഗുരുവിനെ കണ്ടെത്തുന്നതാവാം. ഈ ഒരു മൊമെന്റ് നിങ്ങളത് കേൾക്കുന്നതിൽ നിന്ന് വളരെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ഗുരുവിനെ നിങ്ങൾ കണ്ടെത്തുന്നുണ്ടാവാം. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല കേട്ടോ. എന്നിരുന്നാലും ഇതൊരു ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ദിവസങ്ങൾക്കുള്ളിലുള്ള എനർജിയാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടെത്തുന്ന വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ജീവിതം മുന്നോട്ടേക്ക് നയിക്കുന്ന ഇതിൽ നിങ്ങളെ പല രീതിയിൽ സഹായിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു എനർജിയാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ലൈഫിൽ പല മാറ്റങ്ങളും കൊണ്ടുവരാനായിട്ട് ഈ വ്യക്തി നിങ്ങളെ സഹായിക്കുന്നു. മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള രീതിയിൽ പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത പല സാഹചര്യങ്ങളും നിങ്ങൾ നിൽക്കുമ്പോൾ ഇത് ലൈഫാണ്. ഇതിൽ എങ്ങനെ പൊരുത്തപ്പെട്ടു പോകണം എന്നുള്ളത് എഗ്രി ടു ഡിസഗ്രി നമ്മൾ പറയുമല്ലോ. നമ്മൾ മറ്റുള്ളവരെ വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതി, അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചിന്തയാണ് നമ്മുടേത്. എന്നിരുന്നാലും നമ്മൾ ഒരുമിച്ച് ഒത്തുപോകുന്നു. അവരുടെ ചിന്താഗതിയുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല എന്ന് വെച്ചാൽ അവരുമായിട്ട് പൊരുത്തപ്പെടില്ല എന്നുള്ളതല്ല. കാരണം അവരുടെ ആ ഒരു ചിന്താഗതി മാത്രമാണ്. വേറെ കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരേപോലത്തെ ചിന്തയായിരിക്കാം. അപ്പോൾ ലോകത്തിൽ ഒരാളും ഉണ്ടാവില്ല ഒരേപോലെ എല്ലാ കാര്യത്തിലും ചിന്തിക്കുന്നത്. അപ്പോൾ മാറ്റി ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, ദാറ്റ് ഇസ് യുവർ ഒപ്പീനിയൻ, ഐ ബിലീവ് ദിസ് വേ എന്ന് സംയമനത്തോടെ പറയാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടാവണം. അതുപോലെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയും അത് കേട്ടാൽ മനസ്സിലാകുന്ന ഒരു വ്യക്തി ആയാലാണ് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. അപ്പോൾ നിങ്ങൾക്കൊരു ഗുരുവാണ്, ഗൈഡ് ചെയ്യാൻ ഒരാളെ ലഭിക്കുന്നു എന്നുള്ളത് പറയാം. അതേപോലെ പ്രണയവുമാകാം. പ്രണയ സാക്ഷാത്കാരവും പുതിയ പ്രണയവും പുതിയ പ്രപ്പോസലും ഒക്കെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ക്യൂൻ ഓഫ് കപ്സ് എനർജിയാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ നല്ലൊരു ഗുരുവിനെ ലഭിക്കുന്ന കാര്യം പറഞ്ഞു. അപ്പൊ നിങ്ങൾ പുതിയ എന്തെങ്കിലും ടെക്നീക്സ് പരീക്ഷിക്കുന്നുണ്ടാവും. ഋണാനുബന്ധം പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ചില ആളുകൾ. അല്ലെങ്കിൽ റേക്കി ചെയ്യുന്നതാവാം. റേക്കി ഹീലിംഗ്, ക്രിസ്റ്റൽ ഹീലിംഗ്, അതേപോലെ പല തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം. സോളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ചില ആളുകൾ ആകാശിക് റീഡിങ്സ് റെക്കോർഡ്സ് ചെയ്യുന്നു എന്നുള്ളത് കാണിക്കുന്നു. മറ്റു ചിലർ
ചിലപ്പോൾ നാഡി ജ്യോത്സ്യം പോലുള്ള കാര്യങ്ങൾ, അതായത് വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു ഗുരുവിനെ ലഭിക്കുന്നത് കൊണ്ട് തന്നെ തെറ്റായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് പോകാതെ കഴിവുള്ള ആളുകളെ തേടി നിങ്ങൾ എത്തുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ആളുമായിട്ട് പരിചയപ്പെടുകയും അങ്ങനെയുള്ള ആളുകളുമായിട്ട് ബന്ധം പുലർത്തുന്നതിലൂടെ ഇങ്ങനെ ആത്മീയതയിലേക്ക് നിങ്ങൾ കൂടുതൽ ഇറങ്ങിച്ചെല്ലുകയും എന്താണ് ആത്മീയമായിട്ടുള്ള ഒരു ഉണർവ് എന്ന് പറയുന്ന എന്നുള്ളത് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നതായിട്ടുള്ള ഒരു സൂചനയാണ് ഇവിടെ തരുന്നത്. ലൈഫിൽ പല കാര്യങ്ങളിലും നിങ്ങൾ മാറ്റം കൊണ്ടുവരുന്നതായിട്ടുള്ള ഒരു കാര്യം കൂടിയിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് മറ്റൊന്ന് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ ചെയ്യില്ല അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കാതെ ഇരുന്നിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് വിശ്വാസം വന്ന് തുടങ്ങുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ എനർജിയിൽ ഇപ്പോൾ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഒരു എനർജി, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ട്രോങ് സ്പിരിച്വൽ ആയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങൾ ആ ഒരു യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യാണ്, ഒരു ഡിവൈൻ പവറിന് സറണ്ടർ ചെയ്യുന്ന ഒരു സാഹചര്യം. ചില ആളുകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റൂട്ട് ചക്ര ബാലൻസ് ചെയ്യേണ്ടത് അനിവാര്യത. റൂട്ട് ചക്ര ബാലൻസ് ചെയ്യേണ്ടത് നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ലൈഫ് എല്ലാ അർത്ഥത്തിലും നിങ്ങൾ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. വിട്ടുപോയിട്ടുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിൽ അത് നിങ്ങൾ തിരിച്ചു പിടിക്കുന്നുണ്ട്. മറന്നുപോയിട്ടുള്ള കാര്യങ്ങൾ അത് വീണ്ടും ഓർത്തെടുത്ത് ചെയ്തു തീർക്കുന്നുണ്ട്. ജീവിതത്തിലേക്ക് ഇതുവരെ കൂടെ ഇല്ലാതിരുന്നത് കൂടെ കൂട്ടുന്നുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കി ഒക്കെ എടുക്കുന്നതായിട്ടുള്ള ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ക്യൂൻ ഓഫ് പെന്റക്കിൾസ് എനർജിയാണ് നെക്സ്റ്റ് വന്നിട്ട്. വളരെയധികം സംഘർഷഭരിതമായിട്ടുള്ളൊരു ജീവിതമാണ് നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്നത് എങ്കിൽ നിങ്ങളിപ്പോൾ ജീവിതം മാറ്റി, ജീവിതത്തെക്കുറിച്ച് മാറ്റി വ്യത്യസ്തമായിട്ടുള്ളൊരു ചിന്താഗതിയാണ് വരുന്നത്. സിംഗിൾ പാരൻസ് ആയിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇനി എങ്ങനെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകും, ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിതം, അങ്ങനെയൊക്കെയുള്ള ചിന്തയിൽ നിന്ന് മാറി നിങ്ങൾ സ്വതന്ത്രമായിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് വരികയാണ്. ജീവിതത്തിന്റെ പല ചിന്താഗതികളും നിങ്ങൾ ജീവിതത്തോടുള്ള നിങ്ങളുടെ രീതി തന്നെ, കാഴ്ചപ്പാട് തന്നെ മാറി വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ടുള്ള ഒരു സൂചന. അതേപോലെ സാമ്പത്തിക കാര്യങ്ങളിൽ ഒത്തിരി ഉന്നമനം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിൽ വളരെ ഉയർച്ചയുള്ള സമയമാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ സ്പിരിച്വൽ ലൈഫിൽ നേരത്തെ പറഞ്ഞ പോലെ സ്പിരിച്വലി വളരെ സ്ട്രോങ്ലി കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് ബാലൻസ്ഡ് ആവുകയാണ്, നിങ്ങൾ റൂട്ടഡ് ആണ്, നിങ്ങളുടെ മൂലാധാര ചക്ര ബാലൻസ് ചെയ്ത് നിങ്ങൾ ചക്രാസ് ബാലൻസ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾ വളരെയധികം ഗ്രൗണ്ടഡ് ആയിരിക്കുന്നു, നിങ്ങൾ ഫൗണ്ടേഷൻ സ്ട്രോങ് ആവുന്നുണ്ട്. നമ്മൾ ആദ്യം ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിട്ടാണ് മുകളിലേക്ക് കെട്ടിപ്പൊക്കുന്നത്. അപ്പോൾ സ്പിരിച്വാലിറ്റി നിങ്ങളുടെ ഫൗണ്ടേഷൻ ആണ്. സ്പിരിച്വലി കണക്റ്റഡ് ആവുന്നു. അതേപോലെ നിങ്ങൾ മെറ്റീരിയലിസ്റ്റിക്കലി, ഫിനാൻഷ്യലി, കരിയർ വൈസ് ഒക്കെ ഉയരുന്നുണ്ട്. പ്രമോഷൻ ലഭിക്കുന്നുണ്ട്, ചില ആളുകൾക്ക് പുതിയ ജോലി ലഭിക്കുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളിലും മാറ്റം വരുന്നുണ്ട്. അതിൽ ഒത്തിരി നിങ്ങൾ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നിങ്ങൾ ആഗ്രഹിച്ചൊരു സന്തോഷമാണ്. ചിലപ്പോൾ വിദേശത്തൊരു ജോലി കിട്ടുന്നുണ്ടാവും, വിദേശത്ത് പോയിട്ട് ജോലി ചെയ്യുന്നതിൻ്റെ ഒരു സാഹചര്യം, ജീവിതം നല്ല രീതിയിൽ ആസ്വദിക്കുന്നു. ഫിനാൻഷ്യലി ഒരു ബേർഡൻ ഉണ്ടായിരുന്നത് നിങ്ങൾ തീർക്കാണ്, ഒരു ഡെപ്റ്റ് തീർക്കുന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ലോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തീർക്കാൻ പറ്റുന്ന അവസരമുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ലോണുണ്ട്, കടമുണ്ട്, അത് തീർക്കാൻ ഒരു വഴിയില്ല, ഇനി വല്ല അത്ഭുതം സംഭവിക്കാം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുക, അല്ലെങ്കിൽ അതിനൊരു സാധ്യതയുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആ ഒരു ചിന്താഗതി നിങ്ങൾ ആദ്യം മാറ്റിക്കഴിയുക. ആ ഒരു ചിന്താഗതി മാറ്റുമ്പോൾ തന്നെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. ചിന്താഗതിയാണ് ഒറ്റ ദിവസം കൊണ്ട് മാറ്റാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ നിങ്ങൾ ദിവസങ്ങൾ എടുക്കും. നമ്മളൊരു കാര്യം പറയാം, ഒരു കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് തുടങ്ങണമെങ്കിൽ, ഇപ്പൊ രാവിലെ എണീക്കുന്ന ഒരു സ്വഭാവം ഇല്ലാത്ത ആളാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അത് കുറഞ്ഞ പക്ഷം 21 ദിവസമെങ്കിലും, ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള നമ്പേഴ്സ് പറയുന്നുണ്ടാവും, എന്നാലും നിങ്ങൾക്ക് ചിലപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള സമയം എടുത്തേക്കാം. 21 ഡേയ്സ് കണ്ടിന്യൂസ്ലി ഇത് തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഹാബിറ്റ് ആയിട്ട് മാറും, നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഹാബിറ്റ് നിങ്ങൾ തുടങ്ങിയെടുക്കുക. അതായത് നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കാതെ, ഇപ്പോൾ ലോണൊക്കെ അടച്ചു തീർക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുക നിങ്ങൾ.
നിങ്ങൾ ചിലപ്പോൾ പ്രാക്ടിക്കലായിട്ട് അല്ലെങ്കിൽ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ എവിടെ നിന്ന് എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ള രീതിയിലാണ്. ചില സമയങ്ങളിൽ നമ്മൾ ലോജിക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ സ്ട്രോങ്ലി പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. ഈ ഒരു ലെവലിൽ ആ ഒരു ചിന്തയിലൂടെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കാൻ തുടങ്ങും. അതിനനുസരിച്ച് അവസരങ്ങൾ വരുമ്പോൾ നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആകുമ്പോൾ നമ്മൾ ട്രൈ ചെയ്യാൻ തുടങ്ങും. ട്രൈ ചെയ്യുമ്പോൾ ഫെയിലിയേഴ്സ് ഉണ്ടായേക്കാം, പക്ഷെ സക്സസ് മുന്നിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. 10 ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. ഈ ഒരു എനർജി സൂചിപ്പിക്കുന്ന ലൈഫിൽ സന്തോഷം, കുടുംബജീവിതത്തിൽ സന്തോഷം. ഫാമിലി ലൈഫിൽ പറയുകയാണെങ്കിൽ ഫാമിലിയായിട്ട് ഒത്തിരി സമയം ചെലവഴിക്കുക, ഫാമിലിയായിട്ട് കളിക്കുക, ചിരിക്കുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യം പ്രകടിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടിരിക്കുക, ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് ഒത്തിരി നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യമാണ്. സന്തോഷം തരുന്നു എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിച്ചത് അതുപോലെ ഒരു ഫാമിലി ലൈഫ് നിങ്ങൾക്കുണ്ട്. ഇവിടെ ഈ പറഞ്ഞ പോലെ പോസിറ്റിവിറ്റിയുടെ കാര്യം പറഞ്ഞു. ഇത്രയും പോസിറ്റീവ് ഇപ്പൊ നിങ്ങൾ ഫാമിലിയിൽ പ്രശ്നങ്ങളുണ്ട്, ചിലപ്പോൾ തേർഡ് പാർട്ടി, അതായത് തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഇവിടെ മറ്റൊരു റിലേഷൻഷിപ്പ് അല്ല ഉദ്ദേശിക്കുന്നത്, ഒരു മൂന്നാമതൊരു വ്യക്തിയാണ്. നിങ്ങളുടെ ചിലപ്പോൾ സഹോദരങ്ങളാവാം, മാതാപിതാക്കളാവാം. അവരുടെ ഇടപെടൽ നിങ്ങളുടെ കുടുംബജീവിതത്തെ തകർക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടും മിണ്ടാതിരിക്കുകയാണ് എങ്കിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ളത് കുറച്ചു മുമ്പ് പറഞ്ഞു. ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് എഫേർട്ട് എടുക്കുക, പോസിറ്റിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ പോസിറ്റിവിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനാവശ്യമായിട്ട് മറ്റുള്ളവരെ ഇടപെടുത്താതിരിക്കുക. നിങ്ങളുടെ ഫാമിലി ലൈഫ് ബ്യൂട്ടിഫുൾ ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. ഫാമിലി, ഹസ്ബൻഡ്, വൈഫ്, കുട്ടികൾ എന്നുള്ള രീതിയിൽ നല്ല രീതിയിലുള്ളൊരു അന്തരീക്ഷം വരുന്നുണ്ട്. ഇവിടെ ഒരു മാറ്റവും കാണിക്കുന്നുണ്ട്. നിങ്ങളിൽ ചിലപ്പോൾ വിദേശത്തേക്കുള്ള യാത്രയുണ്ട്, നിങ്ങൾ വിദേശത്ത് പോയിട്ട് സെറ്റിൽ ആവാനുള്ള അവസരവും വരുന്നുണ്ട്. അതേപോലെ 6 ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. 6 ഓഫ് പെന്റക്കിൾസ് എനർജിയിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായ ഹസ്തം വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു എനർജി തുടങ്ങുന്ന സമയത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കടം കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ സഹായിച്ച് നിങ്ങൾക്ക് ഒതുക്കി തീർക്കുന്നുണ്ട്. പക്ഷെ ഇത് മുന്നോട്ടേക്ക് പോകുന്തോറും ഈ ഒരു എനർജി തിരിച്ചാണ് വരുന്നത്. അതായത് നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു പൊസിഷനിലെത്താണ്, അതായത് സാമ്പത്തികമായിട്ട് ഉയരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സഹായം ആവശ്യമുള്ള മറ്റുള്ളവരെ നിങ്ങൾ സഹായിക്കുന്നു. അവർക്ക് വേണ്ടുന്ന സാമ്പത്തിക കാര്യങ്ങളും മറ്റ് സഹായങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറുകയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. 3 ഓഫ് ഫോൺസ് എനർജി അഗെയിൻ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു യാത്ര, ഒത്തിരി നാളായിട്ട് കുടുംബത്തോടൊപ്പം എവിടെയോ പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഇതുവരെ നടന്നിട്ടില്ല. ഇപ്പോഴും നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇവിടെ ഈ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇനി ശ്രമിക്കുമ്പോഴും നിങ്ങളുടെ ചിന്ത ഇനി ആരെങ്കിലും വന്നിത് മുടക്കാതിരുന്നാൽ മതിയായിരുന്നു, എന്തെങ്കിലും സിറ്റുവേഷൻസ് വരാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഡൗട്ടാണ്, ക്വസ്റ്റ്യൻ മാർക്കാണ്. അവിടെ നിങ്ങൾ ചിന്തിക്കുന്നത് വരൂ ആരെങ്കിലും വന്നിട്ട്, അതായത് നിങ്ങൾക്കൊരു ഡൗട്ടാണ്. ആ ഒരു ഡൗട്ട് നിങ്ങളുടെ മനസ്സിൽ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഇനി ആ യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ ഇനി ആരെങ്കിലും വരില്ല, വന്ന് ആരെങ്കിലും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുമോ എന്നുള്ളൊരു ചിന്തയ്ക്ക് തോന്നുന്നതിന് പകരം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാം നിങ്ങൾ യാത്രയ്ക്ക് പോകുന്നത്. അത് 21 ഡേയ്സ് കണ്ടിന്യൂസ്ലി ചെയ്യാം. അപ്പോൾ ആ ഒരു യാത്ര നിങ്ങൾ എപ്പോൾ തീരുമാനിക്കുന്നു, പെട്ടെന്നുള്ള തീരുമാനമാണെങ്കിൽ 3 ഡേയ്സ് എത്രയും ദിവസമാണോ അതിനനുസരിച്ച് ഒറ്റ സംഖ്യയിൽ നിങ്ങൾ അത് മനസ്സിൽ ചിന്തിക്കാം, വിഷ്വലൈസ് ചെയ്യാം നിങ്ങൾ അവിടെ പോയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. നെഗറ്റീവ് അതിൻ്റെ ഇടയിൽ കയറി വരും, അത് ഉറപ്പുള്ള കാര്യമാണ്. നെഗറ്റീവായിട്ട് എന്തെങ്കിലും വരികയാണെങ്കിൽ തന്നെ നിങ്ങൾ പെട്ടെന്ന് ആ നെഗറ്റിവിറ്റി ആണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് മാറിയിട്ട് പോസിറ്റിവിറ്റിയിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ മെയിൻ തീം വന്നിട്ട് 6 ആണ്. ലവേഴ്സ് എനർജിയാണ്. 2 അതായത് കൊടുക്കൽ വാങ്ങലുകൾ, ഗീവ് ആൻഡ് ടേക്ക് എനർജിയാണ്. പ്രണയത്തിലായിട്ടുള്ളവരാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇത് കാണിക്കുന്നത്. ഒരു പോസിറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ്. സിംഗിൾ ആയിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രണയം, പ്രപ്പോസലൊക്കെയാണ്. മാരീഡ് ആയിട്ടുള്ളവരാണെങ്കിൽ അടുത്തിടയ്ക്കൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി ചിന്തിക്കാൻ തുടങ്ങുകയാണ്. ഡിവോഴ്സീസ്, അങ്ങനെ സിംഗിൾ പാരന്റ്സിനെയൊക്കെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ പ്രണയം വരുന്നുണ്ട്. ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ല, അങ്ങനെ ഒരു ചിന്തയുടെ ഒന്നും ആവശ്യമില്ല. മാത്രമല്ല ഈ വരുന്ന വ്യക്തി എന്ന് പറയുന്നത് യു ആർ മെന്റ് ടു ബി ടുഗെദർ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തൊക്കെ ചിന്തിച്ചാലും നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് പ്രണയത്തിലാവുന്നുണ്ട്. നിങ്ങളൊരു വിവാഹത്തിലേക്കും സന്തോഷപൂർണ്ണമായിട്ടുള്ള ജീവിതത്തിലേക്കും വരുന്നു എന്നുള്ള മെസ്സേജാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച് പറയാനുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.